ഹലോ ഐസേ ലവ്സ്. ഇന്ന് നമ്മുടെ റമദാൻ സീരീസിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഇത് വളരെ ഫില്ലിംഗ് ആണ്, കിട്ടു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാമേ. അപ്പോൾ ഇതാണ് നമ്മുടെ റമദാൻ റെസിപ്പി സീരീസിലെ എപ്പിസോഡ് 2. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനായിട്ട് 2 കപ്പ് പാല്, ഫുൾ ഫാറ്റ് പാല് നമ്മൾ എടുക്കുകയാണ്, ബോയിൽ ചെയ്യാൻ വെക്കുക. പിന്നെ ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് പാല് തിളപ്പിക്കാൻ വെക്കുക. പിന്നെ ഒരു മിക്സർ ജാറിൽ 10-20 ആൽമണ്ട്സ്, കുറച്ച് കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ സാരമില്ല, പിന്നെ ഏലക്ക എന്നിവ ചേർത്ത് നന്നായി ഇച്ചിരി വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി എടുക്കുക. പിന്നെ കുറച്ച് ചിയാ സീഡ്സ് ഈ സമയം കൊണ്ട് സോക്ക് ചെയ്യാൻ വെക്കുക. ഗ്ലേസ്ഡ് ചെറി ഒരു 5 എണ്ണം ചേർത്ത് അരച്ചെടുക്കുക. ഇത് ഒഴിവാക്കാതിരിക്കാൻ നോക്കണേ, ടേസ്റ്റ് കൂടുതലായതിന്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കസ്റ്റേർഡ് പാല് ബോയിലായ ശേഷം തിളച്ച ശേഷം ഒഴിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആൽമണ്ട്സും ചെറിയുടെ മിക്സൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് കട്ടിയാവുമ്പം ഓഫ് ചെയ്യുക. അത്രേ ഉള്ളൂ. തണുപ്പിച്ചിട്ട് ഇത് സെർവ് ചെയ്യാം. തണുപ്പിക്കാതെയും സെർവ് ചെയ്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പം ചൂടായിട്ട് കുടിക്കണം എന്നുള്ളവർക്ക് ചൂടായിട്ടും കുടിക്കാം. അപ്പോൾ ഇത് തണുപ്പിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് പോമോഗ്രാനറ്റ്, കുറച്ച് ചോപ്പ് ചെയ്ത ആപ്പിള്, പിന്നെ ചിയാ സീഡ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ തയ്യാറായി. ചെറി ഇല്ലെങ്കിൽ ഇതിൽ റൂഅഫ്സ ചേർക്കാം കേട്ടോ, പക്ഷേ ചെറി ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. റൂഅഫ്സയ്ക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളി ഡ്രിങ്ക്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് എപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.